വടക്കൻ കേരളത്തിലും മഴ കനക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. വയനാട് നൂൽപ്പുഴ പുഴംകുനി ഉന്നതിയിലെ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. കണ്ണൂർ ഏഴരപ്പാറപ്പള്ളി കടലിൽ കാണാതായ മമ്പറം കായലോട് സ്വദേശി ഫർഹാൻ റൌഫിന്റെ മൃതദേഹം കണ്ടെത്തി. മഴ കനക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ്. വയനാട്, പാലക്കാട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു. കോഴിക്കോട് മാവൂർ കച്ചേരിക്കുന്നിൽ 6 വീടുകളിൽ വെള്ളം കയറി. ഇവിടെയുള്ള ആളുകൾ ബന്ധുവീടുകളിലേക്കും മറ്റും മാറി താമസിച്ചു. കൂടാതെ ചെറുപുഴയോട് ചേർന്നുള്ള ആയംകുളം, തെങ്ങിലക്കടവ്, മൂഴാപ്പാലം, കുറ്റിക്കടവ് തുടങ്ങിയ ഭാഗങ്ങളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ കാരശ്ശേരി, മാവൂർ, കൂടരഞ്ഞി പഞ്ചായത്തുകളിലും വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. പാലക്കാട് മഴയിൽ 2 വീടുകൾ തകർന്നു. കുരുടിക്കാട് സ്വദേശി കാളാണ്ടിത്തറ കല്യാണിയുടെ വീട് പൂർണ്ണമായും തകർന്നു വീണു. കല്യാണി സമീപത്തുള്ള മകളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയതിനാൽ അപകടമൊഴിവായി. വാണേംകുളത്ത് പനയൂർ നാവയത്ത് വീട്ടിൽ കുമാരന്റെ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂരയും പൂർണ്ണമായും തകർന്നു. കൊടുന്തരപ്പുള്ളിയിൽ കനത്ത മഴയിൽ വീടിന്റെ കിണറിടിഞ്ഞു താഴ്ന്നു. നവക്കോട് കളപ്പറമ്പ് സ്വദേശി നിലാവൂർ നിസയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. മുതലമട പോത്തൻപാടത്ത് തോട് പൊട്ടി വെള്ളം കയറിയതിനെ തുടർന്ന് 100 ഏക്കറിലധികം കൃഷി നശിച്ചു. മലപ്പുറം കടലുണ്ടിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വയനാട് കല്ലൂർ പുഴ കരകവിഞ്ഞതോടെ നൂൽപ്പുഴ പുഴംകുനി ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് കുടുംബങ്ങളെ മാറ്റിയത്. 29-ാം തീയതി വരെ തീവ്ര മഴ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.